ഒരു ദിവസം എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞ് എവിടേക്കെങ്കിലും പോവുക, ആകെ പോസ്റ്റാണ്. അങ്ങനെ പെട്ടെന്നുണ്ടായൊരു പോക്കാണ് കോഴിക്കോട് പോക്ക്. അതായത് ഏതാണ്ട് ഒരു ഒറ്റ മൈൻഡ് പോക്ക് എന്നൊക്കെ പറയാം. കോഴിക്കോടുള്ള കുറച്ച് ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ട് ഏതാണ് നല്ല സ്പോട്ട് എന്നൊക്കെ ചോദിച്ച് സെറ്റാക്കി വെച്ചതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്ത് അന്ന് രാത്രി കിടന്ന് പിറ്റേ ദിവസം എന്തായാലും ഒരു 5 മണിക്കൊക്കെ നീക്കാമെന്ന് വിചാരിച്ച് നീയത്താക്കി കിടന്നെങ്കിലും ഞാൻ നീറ്റത് 6:30-ക്കാണ്. 6:45 ഡയറക്റ്റ് ബസ് ഉണ്ടായിരുന്നു കുറ്റിപ്പുറത്തേക്ക്. അതെന്തായാലും കിട്ടൂല. ഇനിയിപ്പോൾ എന്തായാലും ഒരു 3 ബസ് കയറിയാലേ ഞാൻ കുറ്റിപ്പുറത്ത് എത്തുള്ളൂ. അങ്ങനെ പിന്നെ കുറച്ചൊക്കെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഞാൻ ഇറങ്ങിയ ടൈമിൽ. അങ്ങനെ രാവിലത്തെ സ്കിൻ കെയറും മേക്കപ്പും പിന്നെ ഒരു കമ്മലും വാച്ചൊക്കെ കെട്ടിയതിന് ശേഷം ഡ്രസ്സായിട്ടുള്ള കുറച്ച് ക്ലിപ്സൊക്കെ എടുത്തിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. കഴിഞ്ഞ 2 കൊല്ലം ഞാൻ സ്ഥിരം പോയിരുന്ന വഴിയാട്ടോ അത് സ്കൂളിൽ പോകുന്ന ടൈമിൽ. അതുകൊണ്ട് ഈ ബസ്സിലും ഈ ഒരു സമയത്ത് തന്നെയാണ് ഞാൻ പോയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്ലൈമറ്റ് ഞാൻ എന്നും കണ്ടിരുന്ന ആ ടൈമിൽ. ഇപ്പോൾ കുറേ മാസങ്ങൾക്ക് ശേഷം വീണ്ടും കാണുമ്പോൾ ഒരു പ്രത്യേക ഫീൽ ആയിരുന്നു. അങ്ങനെ ഞാൻ എടപ്പാളെത്തി കോഴിക്കോട് ബസ് പോകുന്നുണ്ടായിരുന്നു. അതിൽ കയറിയിട്ട് കുറ്റിപ്പുറം ഇറങ്ങി. ഞാൻ കുറ്റിപ്പുറം എത്തിയപ്പോൾ എൻ്റെ ഫ്രണ്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഓൾക്ക് കുറ്റിപ്പുറത്തുനിന്ന് ഒരു ഓട്ടോ വിളിച്ച് വന്നാൽ മതി. അങ്ങനെ ഞാൻ സ്റ്റേഷനിലൊക്കെ എത്തിക്കഴിഞ്ഞ് ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് എത്തണത്. ട്രെയിനിലേക്കുള്ള ടിക്കറ്റ് ഓൺലൈൻ വഴി എൻ്റെ ഫ്രണ്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ധൈര്യത്തിലാട്ടോ ഞങ്ങൾ ട്രെയിനിൽ കയറി. പക്ഷേ ടി വന്ന് ടിക്കറ്റ് ചോദിച്ച നേരത്ത് ഓളെ ഫോണിൽ ടിക്കറ്റ് ലോഡായില്ല. ഓളെ ഫോണിൽ മാത്രമല്ല ഞങ്ങളെ ബോഗിലുണ്ടായിരുന്ന ഒട്ടുമിക്ക ആൾക്കാരുടെ ഫോണിലും ഈ ടിക്കറ്റ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്തത് ലോഡാവുണ്ടായിരുന്നു. ഫൈൻ അടക്കാൻ പറ്റില്ല എന്ന് എല്ലാവരും കുറേ പറയുന്നുണ്ട്. പക്ഷേ ഇയാളാണെങ്കിൽ അലമ്പുണ്ടാക്കാൻ നിൽക്കുക. അങ്ങനെ ഞങ്ങളെ 700 രൂപ അങ്ങനെ ഫൈനാന്നുള്ള പേരിലും പോയി. രാവിലത്തെ 700 പോയത് ട്രിപ്പ് കൊളാക്കുക എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ കോഴിക്കോടൊക്കെ എത്തി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫസ്റ്റ് SM സ്ട്രീറ്റിൽ പോകാമെന്നാണ് വിചാരിച്ചത്. SM സ്ട്രീറ്റ് അവിടെ വളരെ അടുത്താന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ. പിന്നെ പൊരിഞ്ഞ വീലായതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഓട്ടോയിൽ പോകാൻ വിചാരിച്ചു. പക്ഷെ ഒരു ഓട്ടോ ചേട്ടന്മാർ പോലും നിർത്തണില്ല. അത് നടന്നാൽ മതി മോളെ, വേഗം എത്തും എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ ഞങ്ങൾ ഒഴിവാക്കുക. അങ്ങനെ പിന്നെ എന്തായാലും നടക്കാൻ വിചാരിച്ചു. അങ്ങനെ പിന്നെ SM സ്ട്രീറ്റ് എത്തി. കുറേ കടകൾ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. ചിലയിടത്ത് വില കൂടുതലും ചിലയിടത്ത് വില കുറവാണ്. ഫസ്റ്റ് ഒരു ചെരുപ്പിൻ്റെ കടയിൽ കയറി. അവിടെ നിന്ന് ചെരുപ്പൊന്നും എടുത്തില്ല. പിന്നെ രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് ഒരു കോഫി കുടിക്കാൻ വിചാരിച്ചു. കഴിക്കാനായിട്ട് ആ കടയിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കോഫി ഒട്ടും കൊള്ളൂല. ഭയങ്കര പഞ്ചസാരയിട്ട് ഇളക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും കോഫി കുടിക്കാൻ കൊള്ളില്ലെങ്കിലും കാണാൻ കുറച്ച് ഭംഗിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. കോഫി കുടിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിന് ഇറങ്ങി. SM സ്ട്രീറ്റിൽ വന്നിട്ട് നമ്മൾ എന്തെങ്കിലും വാങ്ങാണ്ട് പോയ മോശമല്ലേ. ആദ്യം കുറച്ച് ബാഗൊക്കെ നോക്കി, ഒന്നും എടുത്തില്ല. പിന്നെ ഞങ്ങൾ ഈ ഷോപ്പിൽ കയറി. ഇവിടെ നല്ല ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്കൊരു ഡ്രസ്സ് നല്ല ഇഷ്ടമായി. ആ ഡ്രസ്സ് ഞാൻ വാങ്ങുകയും ചെയ്തു. ആ ഡ്രസ്സ് ഞാൻ ചേഞ്ച് ചെയ്യുകയും ചെയ്തു. എനിക്ക് ഡ്രസ്സ് കിട്ടി, ഓൾക്ക് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ ബാക്കി എല്ലാ ഷോപ്പിലൊക്കെ കയറി. ഈ ഷോപ്പിലൊക്കെ അത്യാവശ്യം നല്ല സെലക്ഷൻ ഉണ്ട്. പക്ഷെ എല്ലാം ഭയങ്കര കോമൺ സെലക്ഷൻ. എല്ലാം ഒരേ പാറ്റേണിലുള്ളതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് എടുക്കാൻ നിന്നില്ല. അങ്ങനെ കുറച്ചധികം കടയിൽ കയറി ഇറങ്ങിയ ശേഷം ഒരു കഷ്ക എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. അവിടെ നിന്നാണ് ബാക്കി എല്ലാ ഡ്രസ്സും ഞങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെ അവിടുന്ന് ഡ്രസ്സൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ കോഴിക്കോടേക്ക് വന്നതിൻ്റെ പ്രൈമറി ആയിട്ടുള്ള ഉദ്ദേശം ഒരു കഫേ പോകാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ട് ഭയങ്കര ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കഫേയാണ് കോഴിക്കോടത്തെ. അപ്പോൾ അവിടെ പോകാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഞങ്ങൾ വന്നിട്ടുള്ളത്. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തതിന് ശേഷം പിന്നെ SM സ്ട്രീറ്റ് കുറച്ച് നടന്നിട്ട് ഞങ്ങൾ പിന്നെ നേരെ ഓട്ടോ വിളിച്ചിട്ട് കോജി കഫേ തപ്പിപ്പോയി. ഓട്ടോ ചേട്ടനോട് കോജി കഫേ എന്ന് പറഞ്ഞപ്പോൾ ആൾക്കറിയുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ടതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ പോയത്. അങ്ങനെ പിന്നെ അവിടെ എത്തിയതിന് ശേഷം ഭയങ്കര കോമഡി ആയിരുന്നു. ആ ഒരു ബീച്ച് സൈഡ് വ്യൂ കിട്ടുന്ന ഒരു ഏരിയ ഉണ്ട്. ഈ ഏരിയ അവിടെ ഇരിക്കാൻ ക്യൂ ആയിരുന്ന ആൾക്കാർ. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ആ സീറ്റിൽ ഇരിക്കാൻ ചാൻസ് കിട്ടി. അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം ഫുഡ് ഓർഡർ ചെയ്ത്. ഫുഡ് ഞാൻ എപ്പോഴും ഏത് കഫേ പോയാലും മെയിനായിട്ട് ഓർഡർ ചെയ്യുന്ന സാധനമാണ് ഓർഡർ ചെയ്തത്.
ലോഡഡ് ഫ്രൈസും പിന്നെ മൊഹിറ്റോയും. അവിടെ ഓൾറെഡി തിരക്കിയിരുന്നല്ലോ, അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കുന്ന ഇടയിൽ വേറെ കുറച്ച് ആൾക്കാർ വന്നിട്ട് ഞങ്ങൾ അവിടെ അപ്പുറത്ത് വന്നിരുന്നു. ഞാനാണെങ്കിൽ വെയിലത്ത് കുത്തിയിരുന്ന് ഫോട്ടോ എടുക്കുക. ഇവർ മാറി തന്നാലാണ് എനിക്ക് തള്ളത്തിരുന്നിട്ട് ഈ ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. ഇവർ മാറി തരുന്നില്ല. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പോയി ഞാൻ ഫുഡൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ലോഡഡ് ഫ്രൈസും ഈ ബ്ലൂ മൊഹിറ്റോയും. അങ്ങനെ പിന്നെ ഞങ്ങളെ തേർഡ് ഡെസ്റ്റിനേഷൻ ആയിരുന്നു ഗുജറാത്തി സ്ട്രീറ്റ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ വോളൊക്കെ കാണാൻ. ഞങ്ങൾ വെറുതെ അവിടെ നിന്ന് കറങ്ങാൻ നടക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് പോയതാണ്. പക്ഷെ ഞങ്ങൾ പെട്ടെന്ന് അവിടെ ഒരു കഫേ ശ്രദ്ധിച്ചു, ഒരു വിൻറ്റേജ് ആയിട്ടുള്ളൊരു കഫേ. അവിടെ കയറി ഫോട്ടോ എടുക്കാൻ മാത്രമായിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ലൈം മാത്രം ഓർഡർ ചെയ്തു. ലൈമ് സാധാ ലൈമല്ല, 100 ഉറുപ്പ്യയുണ്ട്. 2 പേർക്ക് കുടിക്കണമെങ്കിൽ ഞങ്ങൾക്കും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഈ വിൻറ്റേജ് തീമിനോട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ വിൻറ്റേജ് കഫേ കയറിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കുറേ നേരം അവിടെ കുറച്ച് നേരം ഇരുത്തി. ഓൾ പോവാന്ന് പറയുന്നത്. പക്ഷെ ഞാൻ കുറച്ചുകൂടി ഫോട്ടോ എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് ആ ഒരു ഗ്രൗണ്ട് ഫ്ലോർ മാത്രം ഞങ്ങൾ ഫുള്ള് കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. മേലെ ഒരു ഫ്ലോർ ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് അവിടെ പോകാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ ട്രെയിനിൽ ഓൾറെഡി ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ലൈമൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. ശരിക്കും ഞങ്ങൾ ബീച്ചിലൊക്കെ പോകാമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ അതിൻ്റെ ടൈമൊന്നും ഞങ്ങൾക്ക് തീരെ കിട്ടിയില്ല. കോഴിക്കോട് വന്നിട്ട് ബീച്ചിൽ ഞങ്ങൾ ഇനി അടുത്ത പ്രാവശ്യം പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ വീണ്ടും SM സ്ട്രീറ്റിലേക്കാണ് പോയത്. കാരണം അവളുടെ ലഗേജ് ഞങ്ങൾ അവിടെ ഒരു ഷോപ്പിൽ ഏൽപ്പിച്ചിട്ടാണ് വന്നത്. ഈ ലഗേജും പിടിച്ചിട്ട് കറങ്ങാനൊന്നും പറ്റില്ലല്ലോ, അപ്പോൾ അവിടെ ഒരു ഷോപ്പിൽ ഏൽപ്പിച്ച് ഇനി ആ ലഗേജ് എടുത്തിട്ട് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. അങ്ങനെ ലഗേജൊക്കെ എടുത്തതിന് ശേഷം SM സ്ട്രീറ്റിൽ നിന്ന് ഞങ്ങൾ നടന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക്. അവിടെ നിന്ന് ഞാൻ നേരെ ടിക്കറ്റ് എടുക്കാൻ പോകണം. ഞാനാണെങ്കിൽ ഇതുവരെ ട്രെയിനിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. എനിക്കും ഉണ്ടായിരുന്നു, ഞാൻ ഒറ്റയ്ക്ക് പോകണമെന്ന് ആലോചിച്ചിട്ട് ഓൾക്കും പേടിയുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്ത് അവിടെ ഒരു താത്ത ഇരിക്കണായിരുന്നു സ്റ്റേഷനിൽ. ആ താത്ത പട്ടാമ്പിക്ക് പോകണ്ടായിരുന്നത്. അപ്പോൾ അതിനെ ഏൽപ്പിച്ചിട്ട് മൂപ്പരാൾ പോയി. ഞങ്ങൾ കുറച്ച് കമ്പനിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ധൈര്യമായിരുന്നു ട്രെയിനിൽ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു ഫീൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളാണെങ്കിൽ വുമൻസ് മാത്രമുള്ള ബോഗിലാണ് കയറിയത്. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ കയറാൻ. ഇറങ്ങാൻ പിന്നെയും കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ട്രെയിൻ യാത്ര കഴിഞ്ഞ് ഞാൻ കുറ്റിപ്പുറത്തിറങ്ങി. എനിക്കാണെങ്കിൽ നല്ല ദാഹം ഉണ്ടായിരുന്നു അവിടെ എത്തിയ ടൈമിൽ. അപ്പം ഞാനൊരു സർബത്ത് വാങ്ങി കുടിച്ചു. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു ഒറ്റ മൈൻഡ് കോഴിക്കോട് പോക്ക്.